കൂടി ചേരുന്നുണ്ട്. ശ്രീ എസ് എൻ സ്വാമി കൂടി ചേരുന്നുണ്ട്. ശ്രീ എസ് എൻ സ്വാമി, ഇത് ചർച്ച ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അത്രമാത്രം പൈശാചികമായിട്ടാണ് ഈ കൃത്യം നടന്നിരിക്കുന്നത്. താങ്കൾ ഇതിന്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ പോലീസിനെ കുഴയ്ക്കുന്ന പ്രശ്നം? എന്താണ് ഇതിന്റെ ലക്ഷ്യം? മോട്ടീവ് എന്ന കാര്യത്തിലേക്ക് എത്തുവാൻ പോലീസിന് കഴിയുന്നില്ല. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തെ, ഈ അതിക്രൂരമായ കൃത്യത്തെ കാണുന്നത്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം, 95 വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലാനുള്ള ഒരു മനസ്ഥിതി അയാൾക്കുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 5 കൊലപാതകങ്ങൾക്ക് ശേഷം അയാൾ പോലീസിൽ കീഴടങ്ങി. അയാളുടെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ല. അയാൾ ഏതോ ഒരു കാരണം കൊണ്ടാവാം, ഒരു കാരണമില്ലാതെയാവാം, അയാൾ ലഹരിയുടെ അടിമയായത് കൊണ്ടാവാം, അയാളുടെ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഈ 95 ഇയേഴ്സ് ഓൾഡ് ഓഫ് ഒരു സ്ത്രീയെ കൊല്ലണമെങ്കിൽ അത് എളുപ്പമല്ല. കാരണം അത് സാധാരണ എത്ര ക്രൂവലായിട്ടുള്ള ഒരു കൊലപാതകയ്ക്ക് പോലും മാനസികമായി സാധിക്കുന്നൊരു വിഷയമല്ല അത്. അല്ലെങ്കിൽ അത്രത്തോളം അയാൾ ഉള്ളിൽ അയാളുടെ മനസ്സിൻ്റെ എല്ലാ വിവേചന ശക്തിയും സപ്രസ് ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും നിസ്സാരൊരു കാരണം, അതിന് തോന്നിയൊരു വൈരാഗ്യം, ദേഷ്യം, അത് ഒരു നിസ്സാര കാരണം, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് കിട്ടാത്ത പോലും ദേഷ്യം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇയാൾ മനസ്സ് ഒട്ടും ശരിയല്ല, മാനസികാവസ്ഥ അതിനപ്പുറം ശരിയല്ല. ഇതിൻ്റെ പ്രധാന കാരണം അത് തന്നെയായിരിക്കണം. അത് എക്സ്പേർട്ടായ സൈക്കോളജിസ്റ്റും മറ്റുള്ളവരും വേണം അതിനെ കറക്റ്റായിട്ട് പറയാനായിട്ട്. അല്ല, ഞാൻ കണ്ട 2 പ്രധാന കാരണം ഇത് തന്നെയാണ്. 95 ഇയേഴ്സ് ഓൾഡായ ഒരു സ്ത്രീയെ കൊല്ലാനുള്ള മനസ്സ്, പിന്നെ പോലീസിൽ സറണ്ടർ ചെയ്യാനുള്ള മനസ്സ്. ഈ രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഒരു സൈക്കോ എന്നുള്ള ഗണത്തിലേക്ക് പെടുത്താവുന്നയാളാണ് അല്ലേ? സൈക്കോ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇതിനു മുമ്പ് ഇത് ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് അന്വേഷിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഹാബിച്വൽ ക്രിമിനലാണ് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ.